അപ്പോൾ പഠിക്കുന്ന സമയം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള 8 ടിപ്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഈ ടിപ്പുകളെല്ലാം ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുന്നത് എന്നുള്ളത് ഓരോന്നും വിശദീകരിച്ച് 8 ടിപ്സും ഓരോന്നും വിശദീകരിച്ചിട്ടിട്ടുണ്ട്. ഷോർട്സിൽ അത്രയും ഇടാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എൻ്റെ ലോങ് വീഡിയോ. സോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്തോ പഠിക്കുമ്പോഴായാലും ഒരു പ്ലാനിങ്ങോടുകൂടി പഠിക്കുക. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി അതുപോലെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പഠിക്കുക. രണ്ടാമത്തെ ടിപ്പ് ശ്രദ്ധയോടെ പഠിക്കുക. എത്ര മണിക്കൂർ അതല്ല കാര്യം, നമ്മൾ പഠിക്കുന്ന ടൈം ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മൈൻഡ് മാപ്പിംഗ് ആൻഡ് നോട്ടിങ്, അതായത് നമ്മൾ തന്നെ ഒരു നോട്ട് തയ്യാറാക്കി പഠിക്കുക, നമ്മുടെ ഭാഷയിൽ എഴുതി. പിന്നെ നെക്സ്റ്റ് വൺ റിവിഷൻ. പ്രോപ്പർ റിവിഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ശരിയായ സ്ഥലവും സമയവും. നമ്മൾ പഠിക്കുന്ന സ്ഥലം എപ്പോഴും നമുക്ക് പഠിക്കാനായിട്ട് തോന്നുന്ന ഒരു സ്ഥലമായിരിക്കണം. അതുപോലെ അതിനായിട്ട് പ്രോപ്പറായിട്ടൊരു പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്യുക. നെക്സ്റ്റ് വൺ ശരിയായ വിശ്രമം. അതായത് നമ്മൾ പഠിക്കുന്ന സമയം കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനും ഫ്രഷ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രോപ്പറായിട്ട് വിശ്രമം ആവശ്യമുണ്ട്. പിന്നെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ടീച്ച് ടു ലേൺ, അതായത് നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കുക. അടുത്തത് ലാസ്റ്റ് ടിപ്പെന്ന് പറയുന്നത് സെൽഫ് ടെസ്റ്റിംഗ് ആൻഡ് ക്വിസിങ്, അതായത് പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ട് അതിന് നമ്മൾ തന്നെ ഒരു ഉത്തരം കണ്ടെത്തുന്ന രീതിയിൽ പഠിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ മറ്റ് വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. സോ നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് മറ്റ് ടിപ്സുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് ഡു സപ്പോർട്ട്.